Good morning, dear students. How are you all? I hope all of you are fine. Okay. Today we are going to discuss about our grammar new lesson. Has, have, had. 11th lesson. 30 page number 36. Have, has, have. Sorry, has, have, had. Okay, then first of all of you take page number 36, page number 36. Okay, let us begin. Okay, we use has and have to show belongs in the present. We use has and have to show belongs in the present. Has and have എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ബിലോങ്സ് ഇൻ ദ പ്രസൻറ്റ് ടെൻസിലാണല്ലേ ഷോ ബിലോങ്ങിങ്സ്. ഇപ്പം നമുക്കുണ്ടെന്നുള്ള പറയാൻ വേണ്ടിയിട്ടാണ് ഹാവും ഹാസും പ്രസൻറ്റിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, വി യൂസ് ഹാസ് വിത്ത് സിംഗുലർ നൗൺസ്. ഹാസ് എന്നുള്ളത് നമ്മൾ എപ്പോഴാണ് ഉപയോഗിക്കുക? ഹാസ് എന്നുള്ളത് സിംഗുലർ നൗൺസിൽ. ഫോർ എക്സാമ്പിൾ വി യൂസ് ഹാസ് വിത്ത് സിംഗുലർ നൗൺസ്. മൈ ബ്രദർ ഹാസ് 4 pencils in his pencil box. My brother has 4 pencils in her pencil box. Okay, we already told that has with the singular nouns. Singular nouns inde കൂടെയാണ് has ഉപയോഗിക്കുക. Okay, my brother has 4 pencil. കണ്ടോ, 4 pencil box എന്നുള്ള pencil box എന്ന് പറയുമ്പോൾ ഒന്നുള്ളൂ അല്ലേ. Then India has a huge population. ഇവിടെ എല്ലാം സിംഗുലറിൻ്റെ കൂടെയാണ് എന്ത് ഉപയോഗിച്ചിട്ടുള്ളത്? ഹാസ് എന്നുള്ളത് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി ഓൾസോ യൂസ് ഹാസ് വിത്ത് ഹി, ഷീ ആൻഡ് ഇറ്റ്. ഹാസ് എന്നുള്ളത് നമ്മൾ എപ്പോഴും എന്തിൻ്റെ കൂടെ ഉപയോഗിക്കും? ഹി, ഷീ, ഇറ്റ്. ഫോർ എക്സാമ്പിൾ he has a new t-shirt. He has a new shirt, new t-shirt, and she has a pet kitten. She has a pet kitten. Okay, here we used to he and she with has. Okay, then another example, this table is made of wood. It has 4 legs. Okay, then next we use have with plural forms. Plural forms ന്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുക? have എന്നുള്ളത് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ elephants have tusks. എലിഫൻസുകൾക്ക് എന്തുണ്ട്? ടസ്കസ് ഉണ്ട് അല്ലേ. എലിഫൻസ് എന്നാണ് പറഞ്ഞത്, പ്ലൂറൽസ് ആണ്. ദിസ് ക്ലാസ് റൂംസ് ഹാവ് ന്യൂ ഫർണിച്ചർ. ക്ലാസ് റൂംസ് എന്ന് പറയുമ്പോൾ ക്ലാസ് റൂമുകളാണ് അല്ലേ, പ്ലൂറലാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഹാവ് ഉപയോഗിച്ചു. വി ഓൾസോ യൂസ് ഹാവ് വിത്ത് ഐ, വി, യു ആൻഡ് ദേ. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഉപയോഗിക്കും ഹാവ് ഐ, വി, യു ആൻഡ് ദേ. ഐ ഹാവ് എ യങ്ങർ ബ്രദർ. വി ഹാവ് എ ബൈസിക്കിൾ ഈച്ച്. You have many scrapbooks. They have a new TV set. Here you have used with I, we, you and they. I have a younger brother. We have a bicycle each. You have many scrapbooks and they have a new TV set. Okay, then has and have we used to belongs in the പ്രസൻറ്റിൽ ഉണ്ടെന്ന് പറയാൻ, സ്വന്തമായിട്ട് ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഹാസ് ആൻഡ് ഹാവ്. ഓക്കെ, വി യൂസ് ഹാസ് വിത്ത് സിംഗുലർ നൗൺസ്. വി യൂസ് ഹാസ് വിത്ത് ഷീ, ഹി ആൻഡ് ഇറ്റ്. ദെൻ ഹാവ് വി യൂസ് ഹാവ് വിത്ത് പ്ലൂറൽ നൗൺസ്. പ്ലൂറൽ നൗൺസിൻ്റെ കൂടെയാണ് എന്ത് ഉപയോഗിക്കുക? ഹാവ്. വി യൂസ് ഹാവ് വിത്ത് ഐ, വി, യു ആൻഡ് ദേ. ഓക്കെ, ദെൻ here next is had. We use had to show belongs in the past. We use had to show belongs in the past. We use had with both singular and
പ്ലൂറൽ. സിംഗുലറിൻ്റെ കൂടെയും പ്ലൂറലിൻ്റെ കൂടെയും എന്ത് ഉപയോഗിക്കും? ഹാഡ് ഉപയോഗിക്കും. സിംഗുലറിൻ്റെ കൂടെയും പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ഹാഡ് ഉപയോഗിക്കും. വി യൂസ് ഹാഡ് ടു ഷോ ബിലോങ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുക? ഹാഡ് എന്നുള്ളത് ഉപയോഗിക്കുക. ഓക്കെ, ഫോർ ഹിയർ സം എക്സാമ്പിൾ. മൈ ഫാദർ ഹാഡ് എ മോട്ടോർ ബൈക്ക് വെൻ ഹി വാസ് ഇൻ കോളേജ്. എൻ്റെ അച്ഛൻ കോളേജിലായിരുന്ന സമയത്ത് അച്ഛനൊരു ബൈക്ക്, മോട്ടോർ ബൈക്ക് ഉണ്ടായിരുന്നു. ഹാഡ്. ഓക്കെ, മൈ ഫാദർ ഹാഡ് എ മോട്ടോർ ബൈക്ക് വെൻ ഹി വാസ് ഇൻ കോളേജ്. കോളേജിലായിരുന്ന സമയത്ത് അല്ലേ. ദിസ് പാർക്ക് ഹാഡ് നോ ബെഞ്ചസ് ടിൽ ലാസ്റ്റ് ഇയർ. ലാസ്റ്റ് ഇയറിൽ എന്താണ് ഈ ബീച്ചിൽ ബെഞ്ചസ്, ഈ പാർക്കിൽ ബെഞ്ചസ് ഉണ്ടായിരുന്നില്ല. ദിസ് പാർക്ക് ഹാഡ് നോ ബെഞ്ചസ് ടിൽ ലാസ്റ്റ് ഇയർ. ഉണ്ടായിരുന്നില്ല എന്നാണ് അല്ലേ. ദെൻ ദിസ് ആനിമൽസ് നെവർ ഹാഡ് ടെയിൽസ്. ആനിമൽസിന് ടെയിൽ ഉണ്ടായിരുന്നില്ല. ദെൻ ദിസ് ആനിമൽസ് നെവർ ഹാഡ് ടെയിൽസ്. ദെൻ the sweets had too much sugar in them. This sweets had too much sugar in them. Okay, had എന്നുള്ളത് വി യൂസ് ഹാഡ് ടു ഷോ ബിലോങ് ഇൻ ദ പാസ്റ്റ്. പാസ്റ്റിൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേർഡാണെന്ത്? ഹാഡ് എന്നുള്ളത്. ഓക്കെ, ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ് ഹാസ് ആൻഡ് ഹാസ്, ഹാവ്, ഹാഡ്? വെരി ഗുഡ്. ദെൻ we also use had with I, we, you, he, she, it and they. had നമ്മൾ എന്തിൻ്റെ കൂടെ ഉപയോഗിക്കും? I, we, you, he, she, it and they. ഇതിൻ്റെ കൂടെ എല്ലാം ഉപയോഗിക്കും. Here example, I had a tricycle till 2013. We had a jack in the box which we gave away. You had a pen in your hand just a minute ago. He had his breakfast at 7 o'clock this morning. She had a lot of toffees that she distributed among her friends. Look at this box. It had a sticker on it. Who has removed it? Did you try the sauce? They had a nice tangy taste. Here had used with I, we, you, he, she, it and they. Okay, I hope all of you understand has, where we use has, have, had and had. Okay, then has is used to, has and have used to show belongs in the past tense. Then have is used with also used with in a plural form alle. Okay, then had is show belongs in the past tense. We use had with both singular and plural nouns. Okay, now we can discuss the exercise. Okay, page number 37. All of you take page number 37. Fill in the blanks with has, have or had. One has been done for you. Okay, have, has, had വെച്ചിട്ട് fill ചെയ്യാനുള്ളതാണ്. First one is already there. You had 6 toffees while ago. Where are they? Okay, then second one. My father dashed to leave for work by 7:30 a.m. tomorrow. My father, we already told that has used with singular nouns ആണ്. ഇവിടെ father എന്ന് പറയുമ്പോൾ എത്ര ആളുണ്ട്? സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സിംഗുലർ ആണല്ലേ. അപ്പോൾ then what we use here? Yes, as my father has to leave for work by 7:30. My father has to leave for work by 7:30 a.m. Answer is has. Okay, then third sentence. We dash to submit our project today. We dash to submit our projects today. Our projects എന്ന് പറയുമ്പോൾ we എന്ന് പറയുമ്പോൾ എന്താണ്?
Plural form ആണല്ലേ. Then which one is we used? Has, have or had. Which one is used? Yes, have. Here lots of persons because we use have. Okay, have. Then fourth one. This artist dash a number of admirers. This artist dash a number of admirers. Which one one is used? Has, have or had? Yes, this artist, because we had here only one person. Okay, has. Okay, has. Then fifth one, Susan dashed to pay a fine of 50 rupees yesterday. Okay, this is the past tense. Past tense ആണ്. കഴിഞ്ഞു പോയ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ have ആണോ has ആണോ had ആണോ ഉപയോഗിക്കുക? Had. Yes, had. We already told that past tenseലാണെങ്കിൽ past tenseൽ ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് had അല്ലേ. Here Susan had to pay a fine of 50 rupees yesterday. Okay, then sixth one. I forgot to bring my tiffin, so I dashed to buy a sandwich from the canteen. Here singular form. Singular form ആണ്. അപ്പോൾ then has, have, had. Which one is used? Have. Very good. Yes, have. Okay. Second one is has. Third one is okay. Last sixth fourth one is has, fifth one is had, then sixth one have. Okay, all of you write in your textbooks this answers: has, have, has, had and have. Okay, then next activity, B activity. B activity. Circle the correct option in bracket to complete each sentence. Circle the correct option in the bracket, complete the each sentence. One has been done for you. Okay, ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന സെന്റൻസിൽ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നവ സർക്കിൾ ചെയ്യാനല്ലേ. My younger sister have a red bicycle. Which one is correct? Is already there, has. Next, second sentence. My grandfather dash a huge collection of stamps before he lost it. This is a past tense sentence because we use has or had. Has or had? Yes, had. Yes, all of you circle had. Circle had. My grandfather had a huge collection of stamps before he lost it. He lost it. Okay. Then third sentence. Third sentence. She dash a friendly nature. She dash a friendly nature. Has and have. Here singular. She is a singular because we add which one is add, has or have? You say the answer. Has. Very good. Has. She has a friendly nature. She has a friendly nature. Okay, then fourth. I dash 3 coloring books and I use them in my spare time. I dash 3 coloring books and I use them in my spare time. Okay. Which have or had? Yes, have. I have 3 coloring. ഉണ്ടെന്ന് പറയാനാണല്ലേ have ഉപയോഗിച്ച്. I have 3 coloring books and I use them in my spare time. Okay. I have.
Okay, then fifth one. Wow, you dash when the puff has have it too. Okay. Wow, you want the puff it too. Which one? Yes, say have. You have when the puff has okay, has it too. Okay, then next Gopal dash fever, so he missed the school trip to Ooty. Gopal dash fever, so he missed the school trip to Ooty. Which one is? Gopal had ഉണ്ടായിരുന്നു അല്ലേ? Had. Okay, all of you write these answers in your textbook. Okay. Okay, C activity. All of you listen to C activity. Rewrite this sentence using has, have or had correctly. One has been done for you. Okay, here 6 sentences given here. Then they has to go to school on Saturday. They have to go to school on Saturday. Okay, correct ആയിട്ടുള്ളത് എഴുതാൻ പറഞ്ഞല്ലേ. Second sentence. We has a lot of fun at the amusement park last week. We has. It's a incorrect sentence. Okay, which one is right here? It's a past tense sentence. Yes, we had a lot of fun at the amusement park last week. We had a lot of fun at the amusement park last week. Amusement park last week. Okay, here we use the had. Had is the correct word. Okay, then third sentence. They has a beautiful house in Indore. They has a beautiful house in Indore. Indore avarku oru beautiful house undu ennu parayan vendana. Okay, they has a beautiful house in Indore. Okay, which one is correct? ഉണ്ടായിരുന്നു എന്നാണ് അല്ലേ? They had a beautiful house in Indore. They had a beautiful house in Indore. House in Indore. Okay, they had a beautiful house in Indore. Okay, we used here had. Okay, the next. We has a big swimming pool at school. We has a big swimming pool at school. Which one is suitable here? Has, have, had. Which one? We. Yes. ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണല്ലേ. Then we have. Yes, we have a big swimming pool at school. Swimming pool at school. Okay, we have a big swimming pool at school. Okay, fifth question. My grandmother have a beautiful diamond necklace. My grandmother have a beautiful diamond necklace.
ഓക്കെ, ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മുത്തശ്ശിക്ക് ഉണ്ടായിരുന്നു എന്ന്, ഗ്രാൻഡ് മദറിന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, പറയാനാണ്. അപ്പോൾ ദെൻ വിച്ച് വൺ ഈസ് യൂസ് ഹിയർ? ഹാസ് ഓർ ഹാഡ്? യെസ്, വി യൂസ് ഹാഡ്. മൈ ഗ്രാൻഡ് മദർ ഹാഡ്. My grandmother had a beautiful diamond necklace. Okay, my grandmother had a beautiful necklace. Okay. The last sentence. This park have the most beautiful flowers. This park have the most beautiful flowers. This park have ആണോ ഉപയോഗിക്കുക? You say the answer. Which one is correct? This park has the most beautiful. This park has the most beautiful flowers. Most beautiful flowers. Okay, first one is we used to. Okay, we had a lot of fun at the amusement park last week. They had a beautiful house in indoor. We have a big swimming pool at school. My grandmother had a beautiful diamond necklace, and this park has the most beautiful flowers. Okay, all of you write this, rewrite this sentence in your textbook. Okay, once again I will read. We had a lot of fun at the amusement park last week. They had a beautiful house indoor. We have a big swimming pool at school. My grandmother had a beautiful diamond necklace. And last sentence, this park has the most beautiful flowers. Okay, I hope all of you are understand this chapter, where we use have, has, had. Here, page number 39 is a review. Fill in the blanks with verb. Fill in the blanks with the irregular form of the verb. Rewrite the sentence correctly. Has, have, had. Okay, here page number 39. It's a homework for you. Okay, I hope all of you understand what is have, has, have. Okay, then if you have any doubt, you can ask me. Okay, then I hope all of you understand this lesson. If you have any doubt, you can ask. All of you complete your textbook. Okay, we can meet next class. Thank you.